ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു ഗോൾഡൻ ലീഫ് കൊണ്ടുള്ളൊരു കാലിഗ്രഫി ചെയ്യുന്നതാണ്. അതിനു വേണ്ടിയുള്ള പശ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ലീഫ് ഗ്ലൂ ആണ്. അള്ളാഹ് എന്നുള്ളൊരു കാലിഗ്രഫി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്കൊന്ന് ഈ പശ തേച്ച് കൊടുക്കാം. പെൻസിലായിട്ട് ചാർട്ടിലാണ് എഴുതിയിട്ടുള്ളത്. ബ്ലാക്ക് ചാർട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കട്ടിയുള്ള ബ്ലാക്ക് ചാർട്ട്. ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സൈഡിലോട്ടൊന്നും ആവാതെ ആ എഴുത്തിൻ്റെ ഉള്ളിലും മാത്രം ഒതുങ്ങുന്ന രീതിയിൽ പശ തേക്കുക. സൈഡ് ഭാഗമൊക്കെ ചെറിയ ബ്രഷ് കൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഗോൾഡൻ ലീഫ് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. പശ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഗോൾഡൻ ലീഫ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പറഞ്ഞ് വേഗം പോരും. ഗോൾഡൻ ലീഫ് പതുക്കെ എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഗോൾഡൻ ലീഫ് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു സാധനമാണ്, വളരെ നൈസാണ്. അപ്പോൾ ശ്രദ്ധിച്ച് അത് വെക്കുക. ഇങ്ങനെ വെച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പതുക്കെ ഇതുപോലെ ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റുക. ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. അതിൻ്റെ തുമ്പ് ഭാഗമൊക്കെ എഡ്ജസൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. പശയില്ലാത്ത ഭാഗത്തെ എല്ലാ ഗോൾഡൻ ലീഫും പോകും. പശയുള്ള ഭാഗം നല്ലോണം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഇത് ബ്ലാക്ക് തുണിയിലും ബ്ലാക്ക് ചാർട്ടിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഒന്ന് ഫിനിഷിങ് വരുത്തുക. പതുക്കെ ഇങ്ങനെ ബ്രഷ് ഇട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മളൊരു ബീഡ്സ് വർക്ക് വെക്കുന്നുണ്ട്. ഒരു വെള്ള ഫ്ലവറുള്ള ഒരു ബീഡ്സ് വർക്കാണ്. ഇതിൻ്റെ വീഡിയോ മുമ്പ് ഒരു ഹെയർ ബാൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഗ്ലൂ ഗണ്ണായിട്ട് ഒട്ടിച്ചത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഫ്രെയിം ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ചെയ്തൊരു വേറൊരു കാലിഗ്രഫിയാണ് ഇത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.